ലോകത്ത് പ്രധാനപ്പെട്ട അഭിപ്രായം അങ്ങനെയാണ്. സയ്യിദുന ആദം, സയ്യിദുന ഇബ്രാഹിമിന് ശേഷം ലോകത്ത് വന്ന പ്രവാചകന്മാർ 6 or 7 ആണ് ലോകത്ത്. ഒന്ന് സയ്യിദുന ആദം, സയ്യിദുന ഷീർ, സയ്യിദുന നൂഹ്, സയ്യിദുന ഹൂദ്, സയ്യിദുന സാലിഹ്. വളരെ കുറഞ്ഞ നബിമാർ. സയ്യിദുന ആദം, സയ്യിദുന ഷീർ, സയ്യിദുന നൂഹ്, സയ്യിദുന ഇദ്രീസ്, സയ്യിദുന ഹൂദ്, സയ്യിദുന സാലിഹ്. ഖദർ ആ കൂട്ടത്തിലുണ്ടെന്ന് ഒരു അഭിപ്രായമുണ്ട്. മിൻ അഹ്ഫാദി നൂഹ് എന്നൊരു അഭിപ്രായം ഖദറിനെ പറ്റിയുണ്ട്. ബല്യ ബിൻ മൽക്കാൻ എന്ന ഖദർ. ഒരഭിപ്രായം സയ്യിദുന നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ സാം നബിയായിരുന്നു എന്നുമുണ്ട്. അപ്പോൾ 6 or 7 അത്രയാണ്. അപ്പോൾ പിന്നെ ലക്ഷക്കണക്കായ നബിമാർ എവിടെയായിരുന്നു? പിന്നെ ഇബ്രാഹിം വന്നു അലൈഹിസ്സലാം. ഇബ്രാഹിമിന് 2 പുത്രന്മാരുണ്ടായി. ഒരു പുത്രൻ സയ്യിദുന ഇസ്മായിലാണ്. ഇസ്മായിൽ വഴി ഒരു നബി മാത്രമേ ലോകത്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഇതൊക്കെ ഇത് പഠിക്കൽ വളരെ ആവശ്യം. ലോക ചരിത്രത്തിന് ഞാൻ ഇങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് കാണിച്ചു തരാം. ലോക ചരിത്രത്തെ ഒരു 10 മിനിറ്റ് കൊണ്ട് ബ്രീഫായി പറഞ്ഞുതരാം. അത് പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ല. നമ്മൾ ബനു ഇസ്രായേലികൾ എന്ന് പറയും. നമുക്കറിയില്ല ആരാണ് ഇവര്, എന്താണ് ഇവരെ ചരിത്രം, നമുക്കറിയില്ല. ബനു ഇസ്രായേലികളെ പഠിക്കാതെ ഖുർആൻ പഠിക്കുന്നത് കഥ അറിയാതെ ആട്ടം കാണുന്നതിന് പൂർണ്ണമായും തുല്യമാണ്. അങ്ങനെ അലങ്കാരികമായിട്ടൊക്കെ ചിലപ്പോൾ സാഹിത്യകാരന്മാർ പറയും കഥ അറിയാവുന്നത് ആട്ടം കാണുന്നത് പോലെയാണ്. ബനു ഇസ്രായേലികളെ പഠിക്കാതെ ഖുർആൻ പഠിക്കുന്നത് പൂർണ്ണമായും കഥ അറിയാതെ ആട്ടം കാണുന്നത് പോലെയാണ്. ഇനി അതിനപ്പുറം ഒരു രേഖ അതിന് പറയാനില്ല. അത് കൃത്യമാണ്. കാരണം ഇസ്രായേലി സമൂഹത്തെ മാറ്റിവെച്ചിട്ട് ലോകത്തിന് ചരിത്രമില്ല. സയ്യിദുന ഇബ്രാഹിമിന് അലൈഹിസ്സലാം 2 മക്കൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് സയ്യിദുന ഇസ്മായിൽ, ഒന്ന് സയ്യിദുന ഇസ്ഹാഖ്. സയ്യിദുന ഇസ്മായിൽ വഴി ഒരൊറ്റ നബി വന്നിട്ടുള്ളൂ. പക്ഷെ അത് ലോകത്തിന് മുഴുവനും കിട്ടി എന്നതാണ് അതിന്റെ പ്രത്യേകത. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള നബിമാരൊക്കെ എവിടെയായിരുന്നു? ഇതിനാണ് കൃത്യമായ ഉത്തരം നമ്മൾ യാക്കൂബിലൂടെ കണ്ടെത്തുന്നത്. ഏകദേശം ലക്ഷക്കണക്കിനെന്ന് പറയാവുന്ന നബിമാരുടെ പിതാവാണ് സയ്യിദുന യാക്കൂബ്. 2 അർത്ഥം അവിടെ ഉണ്ട്. ഒന്ന്, ലക്ഷക്കണക്കായ നബിമാരെ അവരിലേക്ക് അയക്കേണ്ടി വന്നു എന്നതാണ് ഒരു കാരണം അവർ അനുഗ്രഹം ലഭിച്ചപ്പോൾ ഏറ്റവും നന്ദി കെട്ട സൊസൈറ്റി ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയേറെ നബിമാർ അവർക്ക് വേണ്ടി വന്നത്. എന്നിട്ട് അവർ നന്നായിട്ടില്ല. ജൂതന്മാരെ പഠിക്കുമ്പോൾ അവരുടെ താരീഖ് പഠിക്കൽ വളരെ നിർബന്ധമാണ്. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പുത്രനാണ് ഇസ്ഹാഖ്, 2ാമത്തെ പുത്രൻ. ഈ പുത്രൻ ജനിക്കുമ്പോൾ സയ്യിദുന ഇബ്രാഹിമിന് 120 വയസ്സാണ്. അവരുടെ ഉമ്മ സാറാക്ക് 99 വയസ്സാണ്. അള്ളാഹുവിന്റെ മഹാഭാഗ്യത്താലും ഔദാര്യത്താലും ഈ മഹാന്മാരുടെ എല്ലാം ഖബറുകൾ ഈ വർഷം പോയി സിയാറത്ത് ചെയ്യാൻ എനിക്ക് തൗഫീഖ് ഉണ്ടായി. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ഖബറിന്റെ അടുത്തെത്തിയപ്പോൾ ഇന്നലെ ബാഫക്ക് തങ്ങളെ കുറിച്ച് നമ്മൾ കണ്ട ഒരു വികാരം പെട്ടെന്ന് പൊട്ടിപ്പോയി. കാരണം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ നമ്മുടെ നാവ് കൊണ്ട് ഏറ്റവും പറയുന്ന ആൾ സയ്യിദുന ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പുത്രനാണ് ഇസ്ഹാഖ്. ഇസ്ഹാഖിനെ കുറിച്ച് ഫബശ്ശർനാഹാ ബി ഇസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ് എന്നാണ്. സത്യത്തിൽ യാക്കൂബിനെ പറ്റി അപ്പോൾ ഇബ്രാഹിമിനോട് പറയേണ്ടതില്ല. പിന്നെ എന്തിനാണ് പറഞ്ഞത് എന്നും ചിന്തിക്കണം. ഖുർആൻ ഒന്നും വെറുതെ പറയുകയില്ല. അള്ളാഹു ഒരു സന്ദേശവും വെറുതെ നൽകുകയില്ല. സാറ ബീവിയോട് പറയാ ഫബശ്ശർനാഹുമാ എന്ന് പോലും പറഞ്ഞില്ല, ഫബശ്ശർനാഹ എന്ന് പറഞ്ഞു. കൃത്യമായി പറഞ്ഞു ഫബശ്ശർനാഹ. അങ്ങനെയാണ്. ഫഔജസ മിൻഹും ഖീഫ قالوا لا تخف إنا أرسلنا إلى قوم لوط وامرأته قائمة فضحكت فبشرناها بإسحاق ومن وراء إسحاق يعقوب قالت يا ويلتى أألد وأنا عجوز وهذا بعلي شيخا إن هذا لأمر شيء عجيب قالوا أتعجبين من أمر الله
റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദും മജീദ് ഫലമ്മാ ദഹബ അൻ ഇബ്രാഹിം അർറൗഉ വജാഅതുഹുൽ ബുശ്റാ യുജാദിലുനാ ഫീ ഖൗമി ലൂത്ത് ഇന്ന ഇബ്രാഹിമ ലഹലീമുൻ അവ്വാഹും മുനീബ് സൂറത്ത് ഹൂദ്. അവിടെ ഫബശ്ശർനാഹാ ബിഇസ്ഹാഖ് വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്. 99 വയസ്സായിരുന്നു സാറക്ക് റളിയല്ലാഹു അൻഹ. സാറാ ബീവിക്ക് സന്തോഷ വാർത്ത അറിയിച്ചു എന്നാ അങ്ങനെ പറയേണ്ടതേ ഉള്ളൂ. കാരണം ഇബ്രാഹിമിന് നേരത്തെ തന്നെ സന്തോഷമുണ്ട്. ഇബ്രാഹിമിന്റെ സന്തോഷം ഇസ്മായിലാണ്, സന്തോഷമില്ലാത്ത ആൾ സാറ മാത്രമാണ്. അതുകൊണ്ടാണ് ഫബശ്ശർനാഹുമാ എന്ന് പറയാതെ ഫബശ്ശർനാഹാ എന്ന് പറയാനുള്ള കാരണം. അതിലൊരു കുട്ടി ജനിച്ചു. അന്ന് സാറക്ക് 99. അപ്പോൾ സാറയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇസ്ഹാഖ് എന്നൊരു കുട്ടി ഉണ്ടാകുന്നുണ്ട്, പിന്നെ യാക്കൂബ് എന്നൊരു കുട്ടി ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു. സത്യത്തിൽ യാക്കൂബ് എന്നത് സാറയുടെ കുട്ടിയല്ല, യാക്കൂബ് ഇസ്ഹാഖിന്റെ കുട്ടിയാണ് അലൈഹിസ്സലാം. പിന്നെ ഇതിനെ സാറയോട് പറഞ്ഞു, എനിക്ക് കാരണമുണ്ട്, 2 കാരണമുണ്ട്. നിങ്ങളെപ്പോലെ കുട്ടികളുണ്ടാകാത്ത വിഷമം നിങ്ങളെ കുട്ടിക്ക് ഉണ്ടാവില്ല, ഇസ്ഹാഖിന് ഉണ്ടാവില്ല. മകൻ ഒരാൾക്ക് ഏറ്റവും വലിയ കാര്യം അയാൾക്കൊരു കുട്ടി ഉണ്ടാവില്ലായിരിക്കും, പിന്നെ അയാൾക്ക് കുട്ടി ഉണ്ടായി വലിയതായി അതിന് കല്യാണം കഴിച്ചാൽ പിന്നെ കുട്ടിക്കൊരു കുട്ടി ഉണ്ടാവില്ല. നിങ്ങൾക്ക് കുട്ടി ഉണ്ടാകാൻ വേണ്ടി ഈ തലനരക്കുന്നവരെ പ്രാർത്ഥിച്ച ഗതികേടൊന്നും നിങ്ങളുടെ കുട്ടിക്കൊരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി വരില്ല. നിങ്ങളെ കുട്ടിക്കും പെട്ടെന്ന് കുട്ടി ഉണ്ടാകും എന്നറിയിക്കാൻ വേണ്ടിയാണ് അവിടെ യാക്കൂബിനെ പറ്റി പറഞ്ഞത്. പിന്നെ ഒരു കാരണമുണ്ട്, യാക്കൂബിനെ പറ്റി പറയാനൊരു കാരണം, കുട്ടിയില്ലാത്ത വല്ലാത്ത ഒരു വിഷമത്തിലാണ് ഉമ്മുന സാറ റളിയല്ലാഹു അൻഹ. ആ ഉമ്മയോട് പറയാണ്, ഒരു മോന് വരാനുണ്ട് യാക്കൂബ്, വന്നാല് കുട്ടികളെ ക്ഷാമട് തീരും. പിന്നെ ലോകത്ത് കോടിക്കണക്കായ വരുന്ന മനുഷ്യരുടെ പിതാവാണ് സയ്യിദുനാ യാക്കൂബ്. സിറുൽ അംബിയ ആണ്, അംബിയാക്കളുടെ രഹസ്യം എന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അംബിയാന്റെ രഹസ്യമാണ് സയ്യിദുനാ യാക്കൂബ്. വലിയ ആളാണ് സയ്യിദുനാ യാക്കൂബ്. അതൊക്കെ വലിയ കഥയാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ യാക്കൂബിന്റെ 12 മക്കളിൽ 12 മക്കളുണ്ടായിരുന്നു. അതിൽപ്പെട്ട 11ാമത്തെ മകനാണ് സയ്യിദുനാ യൂസുഫ്. അവർ കൻആനികളാണ്. കൻആൻ എന്നാൽ സിനായ് മരുഭൂമിയുടെയും അപ്പുറത്ത് ഷാമിൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ തീരത്താണ് കൻആനിയിൽ ആയിരക്കണക്കായ കൊല്ലങ്ങളായി കൻആനികൾ വസിച്ചിരുന്നത്. കൻആനികൾ പല ഭാഷകളും സംസാരിച്ചു ഇരുന്നുവെങ്കിലും അസ്ലൻ കൻആനികൾ അറബികളായിരുന്നു. ഈ കൻആനികളിൽപ്പെട്ട കൂട്ടത്തിലാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ യാക്കൂബ് വസിച്ചിട്ടുള്ളത്. യാക്കൂബിന്റെ അസ്ൽ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇസ്ഹാഖും ഇബ്രാഹിമുമാണ്. ഇബ്രാഹിമിന്റെ അസ്ല് ബാബിലോണിയയാണ്. നേരത്തെ പറഞ്ഞ ലോകത്തെ ആദ്യത്തെ പട്ടണങ്ങളെ കുറിച്ച് ഞാൻ പട്ടണങ്ങളുടെ കഥ പറയുന്നു എന്ന ചർച്ചയിൽ പറഞ്ഞിരുന്നു. ലോകത്തെ ആദ്യത്തെ പട്ടണങ്ങളിൽ ഒന്നാണ് ഉർ. ഉർ എന്ന ഗ്രാമമാണ് ലോകത്തെ പട്ടണമാണ്. ലോകത്തെ ആദ്യത്തെ പട്ടണങ്ങളിൽ ഒന്ന്. ലോകത്തെ ആദ്യത്തെ പട്ടണങ്ങളിൽ ഒന്ന് ജെറീക്കോ ആണ്. അരീഹ, ചെങ്കടൽ തീരത്തുള്ള സമുദ്രനിരപ്പിൽ നിന്ന് വളരെ താഴ്ന്നു നിൽക്കുന്ന അരീഹ, ജെറീക്കോ ആണ് ലോകത്തെ അതിപുരാതന പട്ടണങ്ങളിൽ ഒന്ന്. ആ പട്ടണത്തിൽ വെച്ചാണ് സയ്യിദുനാ യൂശ സൂര്യനെ തടഞ്ഞു നിർത്തിയത്. ആ സംഭവം മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നും ആ ഭാഗത്തേക്ക് വന്നേക്കാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പട്ടണമാണ് ഉർ. ആ പട്ടണത്തിലാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം ജനിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ജൈത്രയാത്രയാണ്. അള്ളാഹുവിന് വേണ്ടി ഏറ്റവും കൂടുതൽ കാലുകൊണ്ട് സഞ്ചരിച്ച ആൾ സയ്യിദുനാ ഇബ്രാഹിമാണ്. അതുകൊണ്ടാണ് ആ കാൽപാദം ലോകത്തെ ഏറ്റവും വലിയ ഉദാഹരണമായി കഅബാലയത്തിന്റെ മുറ്റത്ത് അതിന്റെ അഥർ വെച്ചിട്ടുള്ളത്. അതിപ്പോഴും ചിന്തിക്കണം. അള്ളാഹു ഒന്നും വെറുതെ വെക്കില്ല. واتخذوا من مقام إبراهيم مصلى. ആ കാൽപാദത്തിന്റെ തൊട്ട് താഴെ വെച്ച് നിസ്കരിക്കണം എന്ന് പറയും. മഖാം ഇബ്രാഹിം എന്ന കല്ലിന് താഴെ വെച്ച് നിസ്കരിച്ചാൽ ദുആ മഖ്ബൂലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പല ആളുകൾക്കും ആഗ്രഹമുണ്ട്, എനിക്ക് കൊല്ലം ഹജ്ജിന് പോകാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, നിങ്ങളൊക്കെ ദുആ ചെയ്താൽ എത്തും. അള്ളാഹു തൗഫീഖ് തരട്ടെ.
കുടുംബത്തോടു കൂടെ ഹജ്ജിന് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മളൊക്കെ സഹായിക്കട്ടെ. അള്ളാഹിന്റെ കാൽപാലയത്തിന്റെ മുറ്റത്തേക്ക് അള്ളാഹു നമ്മളെ എത്തിച്ചേരട്ടെ. അവിടെ ഒരു കാലിങ്ങനെ കാൽപാദത്തിന്റെ ഇടയാളാണ് ആസറു ഖദമി ഇബ്രാഹിം, സയ്യിദുനാ ഇബ്രാഹിം. ആ കാലിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് വേണ്ടി സഞ്ചരിച്ച ഒരു കാലാണ്. അതൊക്കെ പറയാൻ മാത്രം ഇവിടെ സമയം വിശാലമല്ല. ആ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് തൻ്റെ കൂടെ വസിച്ചിരുന്ന മകനായിരുന്നു, ആ ഖലീലിലായിരുന്നു അവർ കൂടുതലും. ഖുദ്സിന്റെ പരിസരത്ത് ഖലീലിലായിരുന്നു താമസിച്ചിരുന്നത്. ബിഉറു സബഅ എന്ന് ആ സ്ഥലത്തിന് പേരുണ്ട്. കാട്ടുമൃഗങ്ങൾ വസിച്ചിരുന്ന ഒരു കിണറിന്റെ പരിസരം ആയിരുന്നു സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മിസ്രിൽ നിന്ന് നേരെ ഫലസ്തീനിലേക്ക് ഹിജ്റ വന്നപ്പോൾ ആ പരിസരത്താണ് താമസിച്ചിരുന്നത്. ഇപ്പോഴും അതിന് ബിഉറു സബഅ എന്നാണ് അതിന് പേര്. കാട്ടുമൃഗങ്ങൾ അതിന്റെ പരിസരത്തുണ്ടായിരുന്നു. പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോൾ കാട്ടുമൃഗങ്ങൾ നീങ്ങിപ്പോയി. ഇപ്പോഴും അതിന് ബിഉറു സബഅ എന്നാണ്. ആ പ്രദേശം കാണാനും ഈ വർഷം ഈ സാധുവിന് ഭാഗ്യമുണ്ടായി. അവിടെയാണ് സയ്യിദുനാ ഇബ്രാഹിം. ലോകത്തെ ഒരു വലിയ ഒരു പ്രദേശം തന്നെയാണ്, ഒരു വല്ലാത്ത ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണത്. അവിടെയാണ് സയ്യിദുനാ ഇബ്രാഹിം അവിടെ അലൈഹിസ്സലാം താമസിക്കുമ്പോൾ തൻ്റെ കൂടെയുള്ള മകനായിരുന്നു സയ്യിദുനാ ഇസ്ഹാഖിന്റെ പുത്രനാണ് സയ്യിദുനാ യാക്കൂബ്. യാക്കൂബിന്റെ പേരാണ് ഇസ്രായേൽ. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏകദേശം മെഡിറ്ററേനിയൻ പരിസരത്തേക്ക് നീങ്ങി. പഴയ മദിയൻ, ഐക്കത്ത് സമൂഹം താമസിച്ചിരുന്ന മദിയൻ, ജോർദാനിലെ ചില പ്രത്യേകമായ ഭാഗങ്ങൾ, ബഹുമാനപ്പെട്ട ഈ ഷാമിന്റെ ചില പ്രദേശം, ഇതെല്ലാം ബഹുമാനപ്പെട്ട സയ്യിദുനാ യാക്കൂബുമായി ബന്ധപ്പെട്ട ദഅവത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ നിന്ന് വളരെയൊന്നും അകലെയല്ലാത്ത ഒരു പ്രദേശത്താണ് യൂസുഫ് നബിയെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞിട്ടുള്ളത്. അന്നൊക്കെ അവരുടെ നാട് കൻഅൻ മണ്ണാണ്. പിന്നീട് പൊട്ടക്കിണറ്റിൽ നിന്ന് അവരെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വഴിയാത്രക്കാർ എടുത്തുകൊണ്ടുവന്ന് ഈജിപ്തിലെ ചന്തയിൽ വിൽക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേലി മക്കൾ ഈജിപ്തിൽ വന്നത് അടിമയായിട്ടാണ്. വളരെ ശ്രദ്ധിക്കണം. ചരിത്രം, ലോക ചരിത്രം ഞാൻ ഇങ്ങനെ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരാം. അത് പഠിക്കാതെ ഒന്നും പഠിക്കാൻ കഴിയില്ല. അത് പഠിക്കാതെ എന്ത് പഠിച്ചിട്ട് കാര്യമില്ല. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഖുർആൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പല ആളുകൾക്കും ഖുർആന്റെ ചരിത്രം അറിയുകയില്ല എന്നത് വേദനയോടെ ഞാനിവിടെ അനുസ്മരിക്കുക. ഇത് ഒരു ദൗർഭാഗ്യമാണ്. പിന്നെ കൃത്യമായ ഒരു രീതിയിൽ ഒരു താരീഖ് വെച്ച് ചരിത്രം പറയുന്ന ഒരു രീതി ഖുർആനിനില്ല. പക്ഷേ ഖുർആൻ അങ്ങനെ ഒന്നും അറിയാത്ത ആളുകൾക്ക് കയറിക്കൂടി പഠിക്കാവുന്ന അല്ലെങ്കിൽ ഫത്വ ഇറക്കാവുന്ന ഒരു ഗ്രന്ഥമല്ല ഖുർആൻ. അതിൻ്റെ 10 ലക്ഷത്തോളം വലിയ വ്യാഖ്യാനം പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമായി ബന്ധപ്പെട്ടേ ഖുർആൻ പഠിക്കാൻ കഴിയുള്ളൂ. അതുമായി ബന്ധപ്പെടുമ്പോൾ ഈ ചരിത്രം മുഴുവനും അവിടെ നഖചിത്രങ്ങളായി കിടക്കുന്നുണ്ട്. അപ്പൊ അതാണ്, ഇത് കൃത്യമായി പഠിച്ചേ മതിയാവും. ഇസ്രായേലി സമൂഹത്തിലെ 12 മക്കളുണ്ടായിരുന്നു. 12 മക്കളിൽ റാഹേലിന്റെ മകനാണ് സയ്യിദുനാ യൂസുഫ്. റാഹേൽ അതിസുന്ദരിയായിരുന്നു. റാഹേലിന്റെ ഖബറും കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. റാഹേൽ അതിസുന്ദരിയായിരുന്നു. റാഹേലിനെ കല്യാണം അന്വേഷിച്ചു സയ്യിദുനാ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷേ റാഹേലിന് ഒരു ജ്യേഷ്ഠത്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജ്യേഷ്ഠത്തിയെ നിർത്തിയിട്ട് അനുജത്തിയെ കല്യാണം കഴിച്ചില്ല എന്ന് മോശാക്ക പറഞ്ഞു. അപ്പോൾ സയ്യിദുനാ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം റാഹേലിന്റെ ജ്യേഷ്ഠത്തിയെ കല്യാണം കഴിച്ചു. റാഹേലിന്റെ ജ്യേഷ്ഠത്തിയിൽ 10 കുട്ടികളുണ്ടായി. പിന്നെ റാഹേലിന്റെ ജ്യേഷ്ഠത്തി മരിച്ചുപോയി. അപ്പോൾ പിന്നെ തൻ്റെ നേരത്തെയുള്ള താല്പര്യം പോലെ റാഹേൽ സുന്ദരിയും സുശീലയും മതഭക്തയും വളരെ നല്ലവളായിരുന്നു റാഹേലിനെ കല്യാണം കഴിച്ചു സയ്യിദുനാ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. അതിൽ 2 കുട്ടികളുണ്ടായി. റാഹേൽ ഫലസ്തീനിലെ കൻആൻ മണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യധാമമായിരുന്നു റാഹേൽ. ആ റാഹേൽ എന്ന അതിസുന്ദരിയുടെ മകനാണ് ലോകസുന്ദരനായ സയ്യിദുനാ യൂസുഫ്. അവരുടെ അനുജനാണ് ബിന്യാമീൻ. ഇതാണ്. പക്ഷേ റാഹേലും മരണപ്പെട്ടു പോയി. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളായി. ഈ 12 മക്കൾ 10 ആള് ഒരു വകയിലും 2 ആൾ ഒരു വകയിലും. ഇവർക്ക് നിങ്ങൾക്കൊക്കെ അറിയാം, പക്ഷെ ഇത് അറിഞ്ഞലൊരു അനിവാര്യതയാണ്. ഈ അറിവിനെ കുറിച്ച് പറയുമ്പോൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഥാപ്രസംഗങ്ങളിൽ നിന്ന് ചരിത്രം മനസ്സിലാക്കുന്ന ഒരു രീതി നമ്മൾക്കുണ്ട്. അത് പലപ്പോഴും അതിൻ്റെ ഫലത്തിലാവില്ല എന്നും എനിക്കൊരു അഭിപ്രായമുണ്ട്. എന്തുകൊണ്ടെന്നാൽ
കഥാപ്രസംഗം എന്ന് പറയുന്നത് പലപ്പോഴും അതിൻ്റെ ഒറിജിനാലിറ്റി വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിങ്ങനെ കെട്ടിയും വീർപ്പിച്ചും പിന്നെ അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുന്ന വ്യാഖ്യാനത്തിന് കഥാപ്രസംഗക്കാരൻ നിർബന്ധിതനായി പോകും. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, അയാൾക്ക് 4 ദിവസം പറയാൻ ഒരു ചെറിയ കഥയുണ്ടാവുള്ളൂ. അതിനെ വലിച്ചു നീട്ടുക എന്നത് ഒരു നോവലിസ്റ്റിന് എന്തെങ്കിലും ഒരു ചെറിയ എന്തോ ഒരു കാര്യം, ഒരു മൊല്ലാക്കയുമായി തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കണ്ടുമുട്ടലും ബന്ധവുമാണ്. ഒരു മൊല്ലാക്കയുമായി ഏകാധ്യാപന വിദ്യാലയത്തിൽ എൻ്റെ പെങ്ങൾ ഉഷ പൊള്ളാച്ചിക്കടുത്ത് ഒരു ഏകാധ്യാപക വിദ്യാലയത്തിൽ, പാലക്കാടിനും വാളയാറിനും ഇടയിൽ ഒരു ഏകാധ്യാപക വിദ്യാലയത്തിൽ എൻ്റെ പെങ്ങൾ ഉഷ കുറച്ചു കാലം അധ്യാപികയായി താമസിച്ചിരുന്നു. അവൾക്ക് വേണ്ടി ഞാനും അവിടെ പഠിപ്പിക്കാൻ വേണ്ടി പോയിരുന്നു. ഈ സമയത്ത് ഒരു മൊല്ലാക്കയുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എനിക്ക് എഴുതാൻ കാരണമായതെന്ന് ഇന്ത്യയിലെ പ്രഗത്ഭനായ ജീനിയസായ ഒരു നോവലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് OV വിജയനാണ് അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ചെറിയ ഒരു ബന്ധമാണത്, അതങ്ങോട്ട് പെരുപ്പിക്കണം ഇവർ ചെയ്യുക എന്നതുപോലെയാണ്. കഥാപ്രസംഗങ്ങളിൽ നിന്ന് ചരിത്രത്തെ പഠിച്ചാൽ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ പഠിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു പുകയെ പോലെ നമുക്ക് യൂസുഫ് നബി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയൊരു ഇഷ്ടമാണ്. നമുക്ക് ആകെ ഇസ്രായേലികളെ പറ്റിയൊരു വിവരം അറിയാം, യൂസുഫ് നബിയാണ്. അതങ്ങനെ ഒരു ആഫ് മയക്കത്തിൽ കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില രീതിയൊക്കെ നമുക്കുണ്ട്. ആ രീതിയിൽ അങ്ങനെ കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വലിയ സന്തോഷമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ചെറിയ ചില്ലറ കഥകളും യൂസുഫ് നബിയെ പറ്റിയുള്ള ചില പെരുപ്പിച്ചു കൂട്ടിയ സൗന്ദര്യത്തിൻ്റെയും ആ സുലൈഖയുമായുള്ള അതും യൂസുഫ് നബിയുടെ താരീഖ് നമുക്കറിയില്ല. നമുക്ക് ആകെ അറിയാം ആ കുപ്പായം കീറിയ താരീഖ് മാത്രമാണ്. ആകെ ഒരു കുപ്പായത്തിന്റെ പിന്നാലെ ഓടിയ ഒരു താരീഖ് മാത്രമേ നമുക്ക്, അതൊരു താരീഖ് അല്ലതാണ്, അതൊരു വാക്കായിട്ട് മാത്രമാണ്. ഈ 12 മക്കളിൽപ്പെട്ട 11ാമത്തെ പുത്രൻ സയ്യിദുനാ യാക്കൂബിന്റെ പുത്രൻ, അതാണ് ഇസ്രായേലി സമൂഹത്തിലെ ആദ്യത്തെ പൊന്നുമോൻ ഈജിപ്തിലേക്ക് വരുന്നത് എന്തിന് ഞാനിവിടെ പറഞ്ഞു. ഈജിപ്ത് നമ്മൾ തമ്മിൽ എന്താ ബന്ധം? ഈജിപ്തിനെ മാറ്റിവെച്ച് ലോകത്തിന് ചരിത്രം എഴുതാൻ കഴിയില്ല. ഈജിപ്ത് സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലാണ്. പലതുകൊണ്ടുമായിരിക്കാം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈജിപ്ഷ്യരെ കുറ്റം പറയരുത്, ലാ തസുബ്ബു അഹ്ല മസ്ർ, മിസ്രികളെ ചീത്ത പറയരുത് എന്ന് പുണ്യ റസൂൽ. ലോക ചരിത്രമാണ്. മിസ്രിൽ നൈൽ നദി പുളഞ്ഞോടിപ്പാഞ്ഞു കളിക്കുന്ന നഫിസത്ത് ബീവിയുടെ അല്ലേ, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ പാട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ നൈൽ നദി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഒരു വല്ലാത്ത ഒരു കഥയാണ്. നൈൽ നദിയെ പറ്റിയും നമുക്ക് ഏകദേശം ഒന്നും അറിയില്ല. നമ്മളിൽ പല ആളുകളും പല ലേഖനങ്ങളും തന്നെ കാണാനിടയായിട്ടുണ്ട് നൈൽ നദിയിൽ ഫിർഔൻ മുങ്ങിച്ചെത്തുന്നു. സത്യത്തിൽ നൈൽ നദിയിൽ ഫിർഔൻ മുങ്ങിച്ചാകൂല. എന്തുകൊണ്ടെന്നാൽ നൈൽ നദിയിൽ മുങ്ങിച്ചാവണമെങ്കിൽ ഫിർഔൻ നേരെ സുഡാനിലേക്ക് യാത്ര ചെയ്യണം. അതിന് ഫിർഔന്റെ മുന്നിൽ പോയ സയ്യിദ്നാ മൂസാ നബിയും സംഘവും നേരെ എതിർദിശയിലേക്ക് പോകണം. എതിർദിശയിലേക്ക് പോകേണ്ട ആവശ്യം അവർക്കില്ല. അവർക്ക് പോകേണ്ടത് കൻആൻ മണ്ണിലേക്കാണ്. അപ്പൊ നേരെ മുന്നോട്ട് പോകണം. അവർക്ക് മെഡിറ്ററേനിയൻ തീരത്തേക്കാണ് പോകേണ്ടത്. മെഡിറ്ററേനിയൻ തീരത്തേക്ക് പോകാൻ അവർക്ക് മുറിച്ചു കടക്കാൻ ഒന്നേ ഉള്ളൂ, അത് ചെങ്കടലാണ്. ചെങ്കടലിന് അവിടെ എത്തുമ്പോൾ 2 കൈവഴികളുണ്ട്. ഒന്ന് അഖബ ഉൾക്കടൽ, ഒന്ന് സൂയസ് ഉൾക്കടൽ. സൂയസ് ഉൾക്കടലിന് ഇപ്പോൾ 152 കിലോമീറ്റർ ദീർഘത്തിൽ, 2 കിലോമീറ്റർ വീതിയിൽ, 2 കിലോമീറ്റർ വീതിയിലും 152 കിലോമീറ്റർ നീളത്തിലും സൂയസ് പട്ടണം മുതൽ മെഡിറ്ററേനിയൻ സമുദ്രം വരെ AD 19-ാം നൂറ്റാണ്ടിൽ മനുഷ്യർ കൈകൊണ്ട് ഒരു കനാൽ വെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. AD 19-ാം നൂറ്റാണ്ടിൽ. അത് സയ്യിദ്നാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഇല്ല. അതുകൊണ്ട് സ്വാഭാവികമായും അക്കാലത്ത് അവിടെ വെള്ളമില്ല. അത് ചെങ്കടൽ മുറിച്ചു കിടക്കാൻ വേണ്ടി പോയതല്ല. അവർ സത്യത്തിൽ പോയത് ഈ സൂയസ് പട്ടണവും ചുറ്റിയിട്ട് നേരെ സീനായ് മരുഭൂമിയിലേക്ക് കയറാൻ. സീനായ് മരുഭൂമിയിലേക്ക് കയറിയാൽ പിന്നെ ഫിർഔന് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ ഫിർഔന് സൽത്തനത്തില്ല എന്നതാണ് കാരണം. അവിടെ അവന് അധികാരമില്ല. ഇതൊക്കെ പിന്നീട് വന്ന കഥയാണ്. ഞാൻ ആ കഥയുടെ ആദ്യ ഭാഗത്തേക്ക് ഒന്നുകൂടെ കയറി വരാം. സയ്യിദ്നാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ അടിമ കുട്ടിയായി വന്നു. പിന്നീട് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ അക്കാലത്തെ ഫിർഔൻ മഹാനായ സയ്യിദ്നാ യൂസുഫിൽ ആകൃഷ്ടനായി. ഒരു സ്വപ്ന വ്യാഖ്യാനം വഴി ആ ഫിർഔന്റെ പേര് വലീദ് ബിൻ റയ്യാൻ എന്നാണ്. ആ ഫിർഔൻ മുസ്ലിമാണ്. എല്ലാ ഫിർഔനും കൂടെ ലഅനത്തുള്ളാഹി അലൈഹി അല്ല, ഈ ഫിർഔൻ മുസ്ലിമാണ്. വലീദ് ബിൻ റയ്യാൻ എന്നാണ് അയാളുടെ പേര്. അസ്ലമ ഫഅഹ്സന ഇസ്ലാമഹു എന്നുണ്ട്.
അയാൾ റളിയല്ലാഹു അൻഹു ആണ്. എല്ലാ ഫിർഔനും കൂടി ഫിർഔൻ കേൾക്കുമ്പോഴത്തേനും റഹ്മത്തുള്ളാഹിയും ചാടണ്ട. ഏത് ഫിർഔനാണെന്ന് മനസ്സിലാക്കണം. ഫിർഔൻ ഒരു വ്യക്തിയുടെ പേരല്ല. അമാലിക്ക ഗോത്രത്തിലെ ആ ഏരിയയിൽ ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട ഗോത്രം അമാലിക്ക ഗോത്രമാണ്. സയ്യിദ്നാ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം പിന്നീട് ലോകത്തിന്റെ കളിത്തൊട്ടിൽ, ലോകത്തെ സംസ്കാരത്തിന്റെ സംഗമഭൂമി നൈൽ നദിയും പരിസരവുമാണ്. അവിടെ ഭരിച്ചിരുന്ന രാജാവിന് ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ വലിയ സ്ഥാനം അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അയാളെ എല്ലാവരും ആദരിച്ചിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത്, ചില ആളുകളൊക്കെ പറയാറുണ്ട് സയ്യിദ്നാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ രാജാവായി. അത് ശരിയല്ല. ഈജിപ്തിൽ രാജാവ് ആയിട്ടില്ല എന്നതാണ് ശരി. ഈജിപ്തിൽ രാജാവായിട്ടില്ല സയ്യിദ്നാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. ഈജിപ്തിൽ എക്കാലത്തും രാജാവ് റംസീസ് രണ്ടാമൻ വരെ, നൂഹ് നബിയുടെ കാലശേഷം റംസീസ് രണ്ടാമൻ BC 1200-ന്റെയും BC 1300-ന്റെയും BC 1200-ന്റെയും ഇടയിലാണ് റംസീസ് രണ്ടാമൻ ചെങ്കടലിൽ മുങ്ങിച്ചാകുന്നത്. അതുവരെ നൂഹ് നബിയുടെ കാലം മുതൽ ഈജിപ്ത് ഭരിച്ചിരുന്നത് അമാലിക്ക ഗോത്രവും അവരുടെ അധികാരിയായ രാജാവിന്റെ പേരാണ് ഫിർഔൻ. റംസീസ് രണ്ടാമനാണ് അവസാനത്തെ ഫിർഔൻ. യൂസഫ് നബിയുടെ കാലഘട്ടം അതിൻ്റെയും ഏകദേശം 1 നൂറ്റാണ്ടിന് മുമ്പാണ്. അന്നത്തെ രാജാവിന്റെ പേര് വലീദ് ബിൻ റയ്യാനാണ്. വലീദ് ബിൻ റയ്യാൻ മുസ്ലിമായിട്ടുണ്ട്. രാജാവ് രാജസ്ഥാനം ഒഴിഞ്ഞു കൊടുത്തിട്ടേ ഇല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. പക്ഷേ രാജാവ് കാര്യം നടത്താൻ വേണ്ടിയിട്ട് യൂസുഫ് നബിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ യാക്കൂബ് നബിയുടെ പുത്രൻ, ആദ്യത്തെ ബനൂ ഇസ്രായേലിൽപ്പെട്ട ആദ്യത്തെ പൊന്നുമോൻ ഈജിപ്തിൽ വന്ന് രാജാവിന്റെ ഒരു പ്രതിപുരുഷനായി വാണു. രാജാവല്ല, രാജാവ് ഫിർഔൻ തന്നെയായിരുന്നു. പക്ഷേ രാജാവിന് വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. ഈ വ്യക്തിക്ക് വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. ഈ സ്ഥാനത്തുള്ള ആൾക്കാണ് അസീസ് എന്ന് പറയുക. അവിടെയും നമ്മളെ കഥാപ്രസംഗക്കാർക്ക് പിഴച്ചു പോയിട്ടുണ്ട്. അസീസ് രാജാവിന്റെ ഭാര്യയായ സുലൈഖ ആകൃഷ്ടയായി എന്ന് പറയും. അസീസ് രാജാവേ അല്ല. അസീസ് അവിടെ ഫിർഔന്റെ കീഴിലുള്ള ധനമന്ത്രിയുടെ സ്ഥാനപ്പേരാണ് അസീസ്. അസീസ് എന്നത് സുലൈഖയുടെ ഭർത്താവിന്റെ പേരുമല്ല. അസീസ്, സുലൈഖയുടെ ഭർത്താവിന്റെ പേര് ഖിത്ഫീർ എന്നാണ്. ബൈബിൾ പഴയ നിയമത്തിൽ പോത്തഫർ എന്ന് അയാളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അസീസ് രാജാവ് എന്ന് പറയും. അസീസ് രാജാവല്ല. സുലൈഖ ഓക്കെ, സുലൈഖ എന്നാണ്. പക്ഷേ ഇയാൾ സുലൈഖയുടെ ഭർത്താവ് രാജാവല്ല. സുലൈഖയുടെ ഭർത്താവ് അവിടുത്തെ ഖജനാവ് ഏൽപ്പിക്കപ്പെട്ട ധനകാര്യമന്ത്രിയാണ്. ധനകാര്യമന്ത്രിക്ക് ഏത് സൊസൈറ്റിയിലും വലിയ പ്രാധാന്യം ഉണ്ടാവും. അത് നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ. ഭരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണെങ്കിലും പൈസ കിട്ടണമെങ്കിൽ മാണിയോട് ചോദിക്കണം. ബജറ്റ് അവതരിപ്പിക്കൽ അയാളാണ്. കാരണം ധനകാര്യമന്ത്രി അയാളാണ് എന്നതാണ് കാരണം. അതുകൊണ്ട് അയാൾക്ക് വലിയ സ്ഥാനമുണ്ട്. എല്ലാം ട്രഷറിയും ചക്രം നടക്കാതെ ഒന്നും നടക്കില്ല. ചക്രത്തിന്റെ ആളാണ്. അതുകൊണ്ട് അസീസ്, യോഗ്യൻ എന്ന് പറയും. ഈ വാക്ക് ഖിത്ഫീറിനോട് പറയും പോലെ യൂസുഫ് നബിയോട് പറയും, അയ്യുഹൽ അസീസ് മസ്സനാ വഅഹ്ലനാ ദുർ വജിനാ ബിബിളാഅത്തിൻ മുസ്ജാത്തിൻ ഫഔഫി ലനൽ കൈല വതസദ്ദഖ അലൈനാ എന്ന് പറയുന്നുണ്ട്. 10 ജേട്ടന്മാർ വന്ന് അയ്യുഹൽ അസീസ്, അസീസ് എന്ന് പറയും. ധനകാര്യമന്ത്രിയോട് പറയുന്ന വാക്കാണ് അസീസ്. ഈജിപ്തിൽ ധനകാര്യമന്ത്രിയായിരുന്നു സയ്യിദ്നാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ ഒരു കാര്യമുണ്ട്, രാജാവിൻ്റെ മേലെയാണ്. എന്തുകൊണ്ട്? രാജാവ് മുസ്ലിമായി. അപ്പോൾ പിന്നെ റസൂലായ മന്ത്രിക്ക് വഴിപ്പെടുന്ന ആളാണ് രാജാവ്. രാജാവാണെങ്കിൽ മന്ത്രിയുടെ കീഴാണ്. അക്കാലത്തെ റസൂലാണ് സയ്യിദ്നാ യൂസുഫിനെ കൊണ്ട് വിശ്വസിച്ച മുഅ്മിനായി വലീദ് ബിൻ റയ്യാൻ. അപ്പോൾ പിന്നെ രാജാവിൻ്റെയും മേലെയാണ്. പക്ഷെ രാജാവ് വലീദ് ബിൻ റയ്യാൻ തന്നെയാണ്. ഇതാണ് ചരിത്രം. ആ ചരിത്രത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് ലോക ചരിത്രത്തിന്റെ ഗതിമാറ്റി ഒഴുക്കിയ സംഭവം. ഇതൊക്കെ പഠിക്കണം. ഇതെല്ലാം പഠിക്കാതെ എവിടെ നിന്ന് ഇവർ വന്നു, ഇവരെന്തിന് പോയി, ഇവരെന്തിന് ഈ സിനായ് മരുഭൂമിയിൽ പാർത്തു, ഇവരെന്തിന് ഖുദ്സിൽ പോയി വന്നു, ഇതൊന്നും അറിയാതെ വെറുതെ കഥ അറിയാതെ ആട്ടം കണ്ടിട്ട് കാര്യമില്ല. ഇത് വിദ്യാർത്ഥികൾക്ക് ഇതൊരു ഒരു മുതൽക്കൂട്ടാകും എന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരല്പഭാഗം വിശദീകരിക്കണമെന്ന് തീരുമാനിച്ചത്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഈ ഒരു ഘട്ടത്തിൽ എന്ത് വരുന്നുണ്ട്? ഈ 10 ജേട്ടന്മാർ വന്നിട്ട് റേഷന് മൂന്നാമത്തെ ഘട്ടത്തിൽ റേഷന് വേണ്ടി വരുമ്പോൾ, മൂന്നാമത്തെ സംഭവത്തിൽ റേഷന് വേണ്ടി വരുമ്പോൾ തിരിച്ചറിയുന്നുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ്നാ യൂസുഫിനെ. അപ്പോൾ തൻ്റെ കുപ്പായം കൊടുത്തയച്ചു. മാത്രമല്ല ഇത് നാട്ടിലാകെ പാട്ടായി. യാക്കൂബ് നബിയുടെ പൊന്നുമോനാണ് സയ്യിദ്നാ യൂസുഫ്. അവിടെ അവർ കഷ്ടപ്പാടിലാണ്. ഇവിടെ ആകട്ടെ നമ്മൾ സുഭിക്ഷതയിലാണ്. അതുകൊണ്ട് രാജാവിൻ്റെ കുടുംബത്തെ ആദരിക്കാൻ വേണ്ടി ഈജിപ്തുകാർ തീരുമാനിച്ചു. അതായത് ധനകാര്യമന്ത്രിയുടെ
സയ്യിദുനാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന അവിടുത്തെ രാജസ്ഥാനത്തിരിക്കുന്ന ആൾ, രാജാവല്ല, ആ സ്ഥാനം കൈകാര്യം ചെയ്യുന്ന ആൾ, ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന അവരുടെ ഏറ്റവും വലിയ സമൃദ്ധിക്ക് കാരണമായ യൂസുഫ് നബിയുടെ കുടുംബത്തെ ആദരിക്കാൻ ഈജിപ്തുകാർ തീരുമാനിച്ചു. അങ്ങനെ ബാപ്പയെയും 10 ജേട്ടന്മാരെയും ഒരു അനുജനെയും ഈജിപ്തുകാർ ഈജിപ്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു. അതാണ് ലോക ചരിത്രത്തിലൊരു സംഭവമാണത്. അതൊരു സംഭവമാണ്. ലോക ചരിത്രത്തിൽ പിന്നീട് വന്ന മുഴുവനും വിഷയങ്ങൾ ഈ ഒരു ആനയിക്കലുമായി ബന്ധപ്പെട്ടതാണ്. ഇത് മനസ്സിലാക്കാത്ത ഒരാൾക്ക് ലോക ചരിത്രം മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ വന്ന് ആനയിച്ച് കൊണ്ടുവന്നു, വലിയ സൗകര്യങ്ങൾ വെച്ചു കൊടുത്തു. ആ സൗകര്യത്തിൽ അങ്ങനെ യാക്കൂബ് നബിയുടെ മക്കളും കുടുംബവും ഒക്കെ ആയിട്ട് അവരങ്ങനെ സന്തോഷിച്ച് കഴിഞ്ഞുകൂടി. കാരണം അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചോരയാണല്ലോ രാജാവിൻ്റെ ഏറ്റവും അടുത്താണ്. രാജാവിന് ഈ കുടുംബത്തോട് വലിയ ഇഷ്ടമായിരുന്നു. അവരങ്ങനെ കഴിഞ്ഞുകൂടി. പക്ഷെ ക്രമേണ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ക്രമേണ കാലം കഴിഞ്ഞപ്പോൾ വലീദ് ബിൻ റയ്യാൻ മരിച്ചുപോയി, യൂസുഫ് നബി മരിച്ചുപോയി, യാക്കൂബ് നബി മരിച്ചുപോയി, 10 കുട്ടികൾ മരിച്ചുപോയി, മറ്റേ 11ാമത്തെ ബെന്യാമീൻ മരിച്ചുപോയി, ആ തലമുറയൊക്കെ മരിച്ചുപോയി. അപ്പോഴത്തിന് ഇവർ പൊതുവെ കുറച്ച് കുട്ടികളുണ്ടാകുന്ന വർഗമാണ്. കാരണം ബാപ്പാക്ക് 12 കുട്ടികളാണ്. എല്ലാവർക്കും കൊണ്ട് കുട്ടികൾ അങ്ങോട്ട് പെരുകിയിട്ട് ഈജിപ്ത് കെയ്റോ നിറയെ അക്സറും ലൊക്സറും അലക്സാണ്ട്രിയും നിറയെ ഇവരെ പേരമക്കൾ അങ്ങോട്ട് വളർന്നു. അപ്പോഴത്തേന് ഒരു പ്രശ്നം ഉണ്ടായി. എന്ത്? പഴയ ആദരവ് പിന്നെ അവർക്ക് കിട്ടിയില്ല. ഇവർ ഈ നാട്ടുകാരല്ല, ഇവർ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ പരിസരത്താണ് പാർത്തിരുന്നത്. അതിനോട് ചിന്തിക്കണം. ഇതൊക്കെ പഠിച്ചാലേ എന്തിനാണ് ചെങ്കടൽ കടത്തിപ്പോയത് എന്ന് ചിന്തിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഈ പാലായനത്തിന് മാന എന്താണ്? അതുപോലെ അത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ്നാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണത്തിന് ശേഷം ഉണ്ടല്ലോ ഒരു കുഴങ്ങല്. ബാപ്പ വയലിന് വന്നപ്പോൾ കുട്ടിയും കൊണ്ടുവന്നു. അങ്ങനെ ബാപ്പ വയലിന് വന്ന് കുട്ടി ബാപ്പാന്റെ വയലന്റെ മകനായതുകൊണ്ട് നാട്ടുകാർ വയലന്റെ മകനെ നല്ല പോലെ അങ്ങോട്ട് ആദരിച്ച്. പിന്നെ അവിടെ അങ്ങനെ 2-3 ദിവസം അങ്ങനെ പാർത്തു. അതിൻ്റെ ഇടയ്ക്ക് ബാപ്പ പിന്നെ ഒരാഴ്ച വേറൊരു നാട്ടിലേക്ക് ഒരു വയലിന് പോയി. നോക്കൂ, മോനെ ഇവിടെ നിർത്തിയിട്ട് വയലിന് പോയി. പിന്നെ ആ മോന് നാട്ടുകാരും ശല്യവും, നാട്ടുകാർക്ക് മോനും ശല്യവും. ആദ്യ ദിവസമൊക്കെ നല്ല ആദരവ് ഉണ്ടായിട്ടുണ്ടാവും. കാരണം മകന് വേണ്ടിയിട്ട് ആദരിച്ചതല്ല, ബാപ്പ വയലിന് വന്നതുകൊണ്ട് വയലന്റെ കുട്ടിയെ ആദരിച്ചതാണ്. പക്ഷെ വയലൻ പിന്നെ ഒരാഴ്ചക്ക് അവിടെ നിന്നാണ് കാണാനില്ലാതെയായി. അപ്പോൾ പിന്നെ ഈ കുട്ടി ഇവിടെ ഇങ്ങനെ എന്താ പറയുക, കുട്ടിയാണ് ഒരു കുഴങ്ങലുണ്ടല്ലോ, അവിടുന്ന് പോന്നും ചെയ്ത് ഇന്ന് അവിടെ ഒരു ഉടമയോട്ട് ഇല്ലതാനും വന്നുകൂടിയവർ എന്നൊരു പേര് ഇന്നും നമ്മുടെ ചില മഹല്ലുകളിൽ ഉണ്ട് താനും. ചില മഹല്ലുകളിൽ വന്നുകൂടിയ ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കൂല. ഇന്നും ചില മഹല്ലുകളിൽ ഒരു മഹല്ലിൽ വന്നുകൂടിയാൽ 25 കൊല്ലം കഴിയാറ് മെമ്പർഷിപ്പ് കൊടുക്കൂല. ഉണ്ടല്ലോ ഇവിടെയൊക്കെ തന്നെ പരിസരത്ത് പല മഹല്ലുകളിൽ. എനിക്കറിയാവുന്ന എൻ്റെ ഒരു മുസ്ലിമല്ലേ ആണ്, മുസ്ലിമൊക്കെ തന്നെയാണ്, പക്ഷെ വന്നുകൂടിയവരാണ്. അവരെ പ്രസിഡന്റ് ആക്കാനോ മെമ്പറാക്കാനോ സമ്മതിക്കൂല. അവർക്ക് അവിടെ നിന്ന് പോകാം, പള്ളിക്ക് ജുമയൊക്കെ വന്നാൽ പോകാൻ വിരോധമൊന്നുമില്ല. മാസത്തിൽ പരിസംഖ്യ കൊടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. മറ്റ് കാര്യങ്ങളിലൊന്നും ഉണ്ടാവില്ല. വോട്ടവകാശം ഉണ്ടാവില്ല, പ്രസിഡന്റ് ആവാനോ മെമ്പർ ആവാനോ പറ്റില്ല. എന്നതുപോലെ വന്നുകൂടിയ മനുഷ്യന്മാർ ആദ്യമൊക്കെ നല്ല ആദരവുണ്ടായിരുന്നു. യൂസുഫ് നബി അവരുടെ ക്ഷേമകാലത്തെ പ്രയോജനപ്പെടുത്തുകയും ക്ഷാമകാലത്തെ പരിഹരിക്കുകയും ചെയ്തതുകൊണ്ട് ലോക ചരിത്രത്തിലെ മഹാനായ നേതാവാണ് സയ്യിദ്നാ യൂസുഫ്. യൂസുഫാണ് ചക്രം കണ്ടുപിടിച്ചിട്ടുള്ളത്. ചക്രം കണ്ടുപിടിച്ച രാജാവ് യൂസുഫ് നബിയാണ്. ലോകത്തെ എന്താ ചക്രം? അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് നമ്മുടെ ലോകത്തിൻ്റെ രീതിയെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ലോക ചരിത്രത്തിലെ വിപ്ലവം ചക്രം കണ്ടുപിടിച്ചതാണ്. ചക്രം കണ്ടുപിടിച്ച രാജാവ് സയ്യിദ്നാ യൂസുഫാണ്. ചായ കണ്ടുപിടിച്ച ആൾ സയ്യിദ്നാ സുലൈമാനാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും അതിന് സുലൈമാനി എന്ന പേരുള്ളത്. യുദ്ധത്തിന് പോയപ്പോൾ കുഴങ്ങിയിട്ട് ഒരു സ്ഥലത്തിരുന്നോയി. അപ്പോൾ ആ താഴ്വരയിലുള്ള ഒരു ചെടിയുടെ പച്ചില പറിച്ചിട്ട് കഴിക്കാൻ സയ്യിദ്നാ സുലൈമാൻ കൽപ്പിച്ചു. അത് അങ്ങോട്ട് കുടിച്ചപ്പോൾ ഒരു ഭയങ്കര റാഹത്തിൽ വലിയ സന്തോഷത്തിലായി. അത് പിന്നെ അവർ കൊണ്ടുപോയി ചെടി നട്ടു വളർത്തി. അത് പിന്നെ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ഒരുപാട് പ്രദേശങ്ങളിൽ അത് സുലഭമായി വളർന്നു. അതാണ് സുലൈമാനി. ആ ചായപ്പൊടിയാണ് സത്യത്തിൽ, ആ ചായയാണ് സുലൈമാനി. അതിൽ പാലൊഴിച്ചാൽ സുലൈമാനി ആവില്ല.
ചായ ചായ എന്ന് പറഞ്ഞാൽ മിൻ ഹൈസു ഇന്നഹു ചായ ബിദൂനി ലബനാണ്, പാലില്ലാത്തതാണ് സത്യത്തിൽ. ചായയിൽ പാലൊഴിച്ചാൽ അറബികൾ പറയും മുഹ്മാഫി. കാരണം ചായയിൽ പാലൊഴിച്ചാൽ അത് രോഗങ്ങൾക്ക് കാരണമാകും എന്നാണ് കണ്ടെത്തൽ. ഒരുപാട് കഫം വർദ്ധിക്കുന്ന ഒരുപാട് രോഗങ്ങൾക്ക് കാരണം ചായയിൽ പാലൊഴിച്ചിരിക്കലാണ്. ചായ സുലൈമാൻ നബി തന്ന കോലത്തിലാണെങ്കിൽ ഒരു വിരോധമില്ലാതെ നല്ലതാണ്, അളവ് കൂടരുത് മാത്രമേ ഉള്ളൂ. എന്നതുപോലെ സയ്യിദ്ന യൂസുഫ് അലൈഹി ഇപ്പോഴും ഉണ്ട് ഈജിപ്തിൽ ഖനാത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറിഗേഷൻ സംവിധാനം, ലോകത്തെ ആദ്യമായ അതിമനോഹരമായ ഇറിഗേഷൻ സംവിധാനം കൊണ്ടുവന്നത് സയ്യിദ്ന യൂസുഫാണ്. ആ പറ്റി സംഗതിയാണ്. എല്ലാ മലമുകളിലും കൃഷി ഉണ്ടാക്കി. കൃഷിയില്ലാത്തൊരു മലമുകളും ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി പ്രത്യേക തരത്തിൽ നൈൽ നദിയിലെ വെള്ളം കെട്ടിക്കേറ്റി ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കാർഷിക വിപ്ലവം നടത്തിയ നബി സയ്യിദ്ന യൂസുഫാണ്. കൃഷിയൊക്കെ പറയുമ്പോൾ നമുക്കതിലൊന്നും ഒരു ബന്ധമില്ല എന്ന് വിചാരിക്കരുത്. നമ്മൾക്ക് ലോകത്തെ ഏറ്റവും ബന്ധമുള്ള ഒരു വിഷയം കൃഷിയാണ്. കാരണം ആദം തന്നെ കർഷകനായിരുന്നു എന്നാണ്. അതൊക്കെ പിന്നീട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പറയേണ്ടതില്ല. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കണം, ആ കാലം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇവരങ്ങോട്ട് കുഴങ്ങി. പിന്നെ അവരെന്ത് ചെയ്തു? അപ്പോൾ പിന്നെ അന്നത്തെ വലീദ് ബിൻ റിയ്യാന് ശേഷം പഴയ ഫിർഔന്മാരുടെ സ്വഭാവം തന്നെ ഫിർഔന്മാർക്ക് മടങ്ങി വന്നു. അപ്പോൾ പിന്നെ അവിടെ എന്തുണ്ടായി എന്ന് ചോദിച്ചാല്, ഫറോവയുടെ അടിസ്ഥാന ഗോത്രം ഖിബ്തികളാണ്. ഖിബ്തികളുടെയും വീട്ടിൽ കൂലിയില്ലാത്ത പണിക്ക് നിൽക്കാൻ യാക്കൂബ് നബിയുടെ പേരക്കുട്ടികൾ നിർബന്ധിതരായി. അവർ ലക്ഷോപലക്ഷം ഉണ്ടായിരുന്നു, ലക്ഷോപലക്ഷം. അവരാണ് ഈജിപ്തിൽ കുടുങ്ങിയ ബനു ഇസ്രായേൽ, ലക്ഷോപലക്ഷം. പിന്നെ അവർ നൂറ്റാണ്ടുകളോളം കുഴങ്ങിപ്പോയി. അവരിൽ ഒരു വിമോചകന് വേണ്ടി തേടി ആ കയറി വന്ന വിമോചകനാണ് സയ്യിദ്ന മൂസ. അതാണ് മൂസാ നബി. അവനോട് രണ്ട് കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഒന്നിരിക്കൽ ഈ നന്നാവുക, അല്ലെങ്കിൽ എൻ്റെ വല്യാപ്പാൻ്റെ മക്കളെ എൻ്റെ ഒപ്പം പറഞ്ഞേശ്ശേരാ, ഞങ്ങൾ വിരുന്നിന് വന്നതാണല്ലോ, ആ വിരുന്നിൻ്റെ സ്വഭാവം ഒന്നും ഇപ്പം നിങ്ങൾക്കില്ലല്ലോ, ഞങ്ങൾ പോവാണ്. അല്ല, അങ്ങ് പോകാൻ പറ്റില്ല. എന്നാ വിരുന്നുണ്ടോ ഇല്ലതാണ്. എന്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ, അപ്പോഴത്തിന് കൂലി കൊടുക്കാത്ത പണിക്കാരായി മാറി ഇവർ. യാക്കൂബ് നബിയുടെ മക്കൾ, ലക്ഷോപലക്ഷം ജനങ്ങൾ, ഈജിപ്തിലെ കൂലില്ലാത്ത പണിക്കാരെ. അവരാണ് പിരമിഡുകൾ ഉണ്ടാക്കിയത്. യാക്കൂബ് നബിയുടെ മക്കളാണ് പിരമിഡ് ഉണ്ടാക്കിയത്. ഇന്ന് നമ്മൾ കാണുന്ന പിരമിഡുകളില്ലേ, ആ പിരമിഡുകളിൽ അനവധി പിരമിഡുകൾ ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട യാക്കൂബ് നബിയുടെ മക്കളാണ്. അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അതിലൊക്കെ കലിമത്ത് തൗഹീദിന്റെ അംശമുണ്ട്. അത് ബഹുമാനപ്പെട്ട സയ്യിദ്ന യാക്കൂബിന്റെ, യൂസുഫ് നബിയുടെ മക്കളും ജേട്ടൻ അനുജന്മാരുടെ മക്കളുമാകുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ നൂറ്റാണ്ടുകളിലൂടെ അവരങ്ങോട്ട് പരന്ന് അങ്ങോട്ട് വർദ്ധിച്ചു. അവർ ലൊക്സറിലും അലക്സാണ്ട്രിയയിലും കൈറോയിലും പരിസരത്തും അങ്ങോട്ട് ഒഴുകി. അവരെ ഖിബ്തികൾ ഉപയോഗപ്പെടുത്തി. അവരെ പെണ്ണുങ്ങൾ അതിസുന്ദരിമാരായിരുന്നു. ആ പെണ്ണുങ്ങളെ ഇവർ അവരുടെ വിനാശകരമായ തെമ്മാടിത്തരത്തിന് ഉപയോഗപ്പെടുത്തി. ഏറ്റവും വലിയ തെമ്മാടിയായിരുന്നു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ഫിർഔൻ കരയെ കടന്ന് വ്യഭിചരിച്ചിട്ട് മതിവരാതെ കടലിൽ കടന്ന് വ്യഭിചരിച്ച ആളാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി വ്യഭിചാരത്തിന് വേണ്ടി ആഡംബര നൗകയുണ്ടാക്കിയത് ഫിർഔനാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി മുടിക്ക് കറുത്ത കളർ കൊടുത്തത് ഫിർഔനാണ്. ലോകത്താദ്യമായി നരച്ചത് ഇബ്രാഹിം നബിക്കാണ്. അവ്വലു മൻ തശയ്യബ മിനൽ ബശരി ഇബ്രാഹിം. ലോക ചരിത്രത്തിൽ ആദ്യമായി മുടി നരച്ചത് ഇബ്രാഹിം നബിക്കാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി മുടിക്ക് കറുത്ത ചായം കൊടുത്തത് ഫിർഔനാണ്. കാരണം അവന് വാർദ്ധക്യം ഇഷ്ടമുണ്ടായിരുന്നില്ല. അവൻ വലിയ വിചാരിയായിരുന്നു. കരയിൽ കടന്ന് വ്യഭിചരിച്ചിട്ട് മതി വരാതെ അവൻ കടലിൽ കടന്നും വെള്ളത്തിൽ കടന്ന് വ്യഭിചരിച്ചു. ആ ഒരു രീതി ഇപ്പോഴും അവിടെയൊക്കെ പരിസരത്ത് കാണുന്നുണ്ട്. രാത്രിയായാൽ കേബറകൾ നടക്കുന്ന, ഏറ്റവും കേബറകൾ, വെള്ളത്തിൽ കേബറ നടക്കുന്ന ഒരു നാടാണ് കൈറോ. കൈറോവിലെ നൈൽ നദിയുടെ കുറുകെയുള്ള പാലത്തിൽ ഇങ്ങനെ വൈകുന്നേരം കയറി നിന്നാൽ അങ്ങനെ കണ്ണത്താത്ത ദൂരത്ത് ഇങ്ങനെ കിടക്കുന്ന കളിനൗകകളും കപ്പലുകളും കൊച്ചു കൊച്ചു ബോട്ടുകളും കപ്പലുകളും കാണാം. അതിൽ അതിമനോഹരമായി അലങ്കരിച്ചിട്ടുണ്ടാവും. അവിടെയൊക്കെ ഒരു രാത്രിയുടെ ഡിന്നറിന് വലിയ വിലയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ അതൊക്കെ ഒരു ഫറോവായിസത്തിന്റെ ഒരു ബാക്കി പത്രം ഇപ്പോഴും അറിഞ്ഞോ അറിയാതെയോ അതിലൊക്കെ ശേഷിക്കുന്നുണ്ട്. അവരുടെ ഇടയിലേക്ക് BC 1200, 1300 ഇങ്ങനെയൊരു കാലഘട്ടത്തിൽ
വന്ന മഹാനായ ഒരു നബിയാണ് സയ്യിദ്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലികളെ മോചിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. മൂസ നബിയുടെ ജ്യേഷ്ഠനായിരുന്നു സയ്യിദ്ന ഹാറൂൻ അലൈഹി സ്വലാത്തു. അവർ തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസം, 1 വയസ്സ് കൂടുതലാണ് സയ്യിദ്ന ഹാറൂൻ. ഒരു ആൺകുട്ടി ഒരിക്കൽ ഫിർഔന് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം നേരാണ്. ഫിർഔൻ ഒരു സ്വപ്നം കണ്ടു, കൻആനിൽ നിന്ന് ഉദിച്ചു വന്ന ഒരു നക്ഷത്രം വന്ന് അവന്റെ കൊട്ടാരത്തെ തകർത്ത് കളയുന്നു. ജ്യോത്സ്യന്മാരോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ വളർന്നു വന്നിട്ട് അത് നിന്റെ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ ഇസ്രായേലികളിൽ ജനിക്കുന്ന ആൺകുട്ടികളെ കൊല്ലാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ വേറെയും ഒരു പ്രശ്നം ഉണ്ടായി. എന്ത്? അക്കാലത്ത് അവർ വലിയ മുനജ്ജിമീങ്ങളായിരുന്നു, നക്ഷത്രശാസ്ത്രം അറിയുന്നവരായിരുന്നു. മുനജ്ജിമീങ്ങൾ പറഞ്ഞു, എല്ലാ വർഷവും എല്ലാ സന്ദർഭത്തിലും ധീരന്മാർ ജനിക്കൂല. ചില പ്രത്യേക നക്ഷത്രങ്ങൾ ഉദിക്കുമ്പോഴേ ധീരന്മാർ ജനിക്കുള്ളൂ. അതുകൊണ്ട് അവർ കാലത്തെ ഊഴമായി നിശ്ചയിച്ചു. ചില കാലങ്ങളിൽ അവര് ആൺകുട്ടികളെ കൊല്ലൂല, ചില കാലങ്ങളിൽ ആൺകുട്ടികൾ ജ്യോത്സ്യന്മാർ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച്. എന്തുകൊണ്ട്? ആൺകുട്ടികൾ ഉണ്ടാവലും ഫിർഔന് ആവശ്യമായിരുന്നു. കാരണം അവരുടെ പണി നടക്കണമെങ്കിൽ ആൺകുട്ടികൾ ഉണ്ടാവും. അങ്ങനെ നക്ഷത്രം അത്ര ഉശിരില്ലാത്ത ജ്യോത്സ്യന്മാര് പ്രവചിച്ച ഒരു കാലഘട്ടത്തിൽ ജനിച്ച കുട്ടിയാണ് ഹാറൂൻ. നമ്മൾ ചരിത്രം ഇങ്ങനെ വായിച്ചു. മൂസാ നബിയെ പെട്ടിയിലാക്കി എന്ന് പറയും, എന്നാൽ ഹാറൂൻ നബിയെ പെട്ടിയിലാക്കിയിട്ടില്ല. അതിൻ്റെയോ അങ്ങനെയൊന്നും ചിന്തിച്ചൂടെ? മൂസാ നബിയെ പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിൽ ഒഴിക്കുന്നത്. മൂസാ നബി ഏട്ടനാണല്ലോ ഹാറൂൻ. എന്തേ ഹാറൂനും ആൺകുട്ടിയല്ലേ, എന്റെ പെട്ടിയിലാക്കാഞ്ഞു? അതിന് കാരണമുണ്ട്. ആ ഒരു കാരണം ജ്യോത്സ്യന്മാർക്ക് നാവ് നന്നായി എന്നല്ല, ആ ഒരു കാരണം ഒരു നിലക്ക് ഹാറൂനിൽ നിലനിൽക്കുന്നുണ്ട്. പശുക്കുട്ടിക്ക് അവർ തവാഫ് ചെയ്തപ്പോൾ നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട് സയ്യിദ്ന ഹാറൂൻ. ഹാറൂൻ ഇരുന്ന സ്ഥലത്ത് ഞാൻ ഈ കൊല്ലം പോയി കണ്ടു. അതിന് വാദി ഷെയ്ഖ് ഇരുന്ന താഴ്വര എന്നാണ് അതിന് പേര്. നോക്കി അങ്ങനെ ഇരുന്ന് അവരങ്ങനെ തവാഫ് ചെയ്ത പശുക്കുട്ടിക്ക്, സാമരി ഉണ്ടാക്കിയ പശുക്കുട്ടിക്ക് പിന്നീട് ഇസ്രായേലികൾ സിനായ് മരുഭൂമിയിൽ, കൃത്യമായി പറഞ്ഞാൽ സെന്റ് കാത്രീൻ എന്ന ഒരു പട്ടണമുണ്ട് സിനായ് മരുഭൂമിയിൽ. 60,000 ചതുരശ്ര മൈലാണ് സിനായ് മരുഭൂമി. 60,000 ചതുരശ്ര മൈലുള്ള സിനായ് മരുഭൂമിയിൽ സെന്റ് കാത്രീൻ എന്ന ഒരു പട്ടണമുണ്ട്. ആ സെന്റ് കാത്രീൻ പട്ടണത്തിന് 2 മല അടിവാരം അപ്പുറത്താണ് ബഹുമാനപ്പെട്ട വൃക്ഷമുള്ളത്. 2300-ലേറെ വർഷമായി ഇപ്പോഴും നഷ്ടപ്പെട്ടു പോകാത്തൊരു വൃക്ഷമുണ്ട് അവിടെ. ആ വൃക്ഷത്തിൽ നിന്നാണ് അള്ളാഹുവിന്റെ നൂറ് തജല്ലി സയ്യിദ്ന മൂസ കണ്ടത്. അതിന്റെ പരിസരത്തിൽ ചെറിയ വെള്ളം എടുക്കുന്ന സ്ഥലമുണ്ട്. ആ വെള്ളത്തിൽ നിന്ന് സഫൂറക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട് സയ്യിദ്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നീട് അവിടെ AD 1897 അതുവഴി വന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് ആ സ്ഥലത്തെ ആദരിച്ച് ആ വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവിടെ ഒരു ഹാൻഡ് പമ്പ് വെച്ചിട്ടുണ്ട്. AD 1897 1798 നെപ്പോളിയൻ ബോണപ്പാർട്ട് അവിടെ വരുന്നത്. നെപ്പോളിയൻ ബോണപ്പാർട്ട് അവിടെ ഒരു ഹാൻഡ് പമ്പ് വെച്ചിട്ടുണ്ട്. പിന്നീടുള്ള കഥയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഇസ്രായേലികളെ വിട്ടുതരണമെന്നൊരു 30 കൊല്ലമാണ് അവരുമായി മൽപ്പിടുത്തത്തിലുണ്ടായി. ഫിർഔനുമായി മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ടു. ഫിർഔൻ ഒരിക്കലും നന്നാവില്ല എന്ന് മനസ്സിലായി. അവസാനം തൻ്റെ ജനതയെയും കൊണ്ട് ഒരു രാത്രി, ഒരു മുഹറമിൻ്റെ 10ന്റെ തലേ രാത്രി ഇറങ്ങിപ്പോകാൻ സയ്യിദ്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തീരുമാനിച്ചു. ഹാറൂനും. ആ പോക്കാണ് ബൈബിളിൽ പറഞ്ഞ പുറപ്പാട്. അതാണ് ഇത് ഫറഖ്നാ ബികുമുൽ ബഹറ ഫഅൻജൈനാകും വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ. ഇനിയുള്ള യാത്രയാണ് ഇസ്രായേലികൾ, ബനൂ ഇസ്രായേലി സമൂഹം ഷാമുമായും ഇസ്രായേലുമായും ഖുദ്സുമായും അവരുടെ ബന്ധം എന്താണ് എന്നറിയിക്കുന്നത്. ഇതൊന്നും പഠിക്കാതെ നമ്മൾ ബൈത്തുൽ മുഖദ്ദസിനെ പറ്റിയോ ഇസ്രായേലി സമൂഹത്തെ കുറിച്ചോ പഠിച്ചിട്ട് കാര്യമില്ല. അവരുടെ അസ്ലി മണ്ണിൽ നിന്ന് അവർ വന്നതാണ്. അങ്ങനെ വന്ന് അവര് യൂസഫ് നബിയുടെ കാലത്ത് വന്ന് ഇവിടെ അവർ അടിമകളും പിന്നെ അവർ ജോലിക്കാരുമായി. പിന്നെ അവരിൽ നിന്ന് അവർക്കൊരു നേതാവ് ഉയർന്നു വന്നു, സയ്യിദ്ന മൂസ. ഭയങ്കര ശുജാഇയായിരുന്നു, ശുജാഇയാണ്.